ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എയിം സ്റ്റഡീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേട്ടിന്റെ റിസൾട്ട് ഒക്കെ ദേ വന്നു. ഇനിയിപ്പോ വേരിഫിക്കേഷൻ നടപടികൾ ആരംഭിക്കുകയാണ്. 16-ാം തീയതി മുതൽ 31-ാം തീയതി വരെയാണ് വേരിഫിക്കേഷൻ ഉണ്ടാവുക എന്നുള്ള റിപ്പോർട്ട് ഇന്നലെ നമ്മുടെ എയിം സ്റ്റഡി സെന്ററിലൂടെ നിങ്ങളിലേക്ക് നമ്മൾ അറിയിച്ചിരുന്നു അല്ലെ. അപ്പൊ നിങ്ങളുടെ വേരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾ ഉടൻ തന്നെ ലഭിക്കുന്നതിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അതേപോലെ തന്നെ നമ്മളുടെ ഈ കേഡറ്റിന്റെ വേരിഫിക്കേഷൻ നടക്കുന്നത് നമ്മൾ ഏത് പരീക്ഷാ കേന്ദ്രത്തിലാണോ പരീക്ഷ എഴുതിയത് അത് ഏത് ഡി ഓഫീസിന് കീഴിലുള്ള പരീക്ഷാ കേന്ദ്രമാണ് ആ ഡി ഓഫീസിലാണ്, അതായത് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ വെച്ചിട്ടായിരിക്കും നിങ്ങളുടെ വേരിഫിക്കേഷൻ ഉണ്ടാവുക. അപ്പോൾ ഓരോ ഡിസ്ട്രിക്റ്റ് അനുസരിച്ചുള്ള വേരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ ലഭിക്കുന്നതിനായിട്ട് ജില്ലാ അടിസ്ഥാനത്തിലുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേഷൻസും ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഇപ്പൊ കുറച്ച് ജില്ലാ ഡി ഓഫീസിന് കീഴിലുള്ള വേരിഫിക്കേഷന്റെ തീയതികളും സമയവും എല്ലാം വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോ കേട്ടിന്റെ റിസൾട്ട് ഒക്കെ വന്നു, വേരിഫിക്കേഷൻ നടപടികളായി, ഇനി സർട്ടിഫിക്കറ്റ് വിതരണം ഒക്കെ നടക്കും. അത് അതിൻ്റെതായ മുറയ്ക്ക് പൊയ്ക്കോട്ടെ. ഇനി നമ്മൾ ഈ കേട്ടിട്ട് കോൾ ചെയ്ത് എന്തിനു വേണ്ടിയാണ്? നമ്മളുടെ സർക്കാർ സ്കൂളുകളിലെ അധ്യാപനം എന്ന സ്വപ്നത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നതിനായാണ് അല്ലെ. അപ്പൊ അതിന്റെ ആദ്യ കടമ്പയായ കേട്ടിട്ട് നമ്മൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞു. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ LP UP പരീക്ഷയാണ്. 2026 ഡിസംബറോട് കൂടി നോട്ടിഫിക്കേഷനും 27-ൽ പരീക്ഷയും വരാൻ സാധ്യതയുള്ളൊരു വലിയ അവസരമാണ് LPUSA UPSA പരീക്ഷകൾ. അപ്പൊ ആ എക്സാമുകൾക്കായിട്ട് ഇനിയിപ്പോ അപ്പോഴല്ലേ നോട്ടിഫിക്കേഷൻ, ഇനിയും ഒരു വർഷത്തിനുള്ളിലല്ലേ നോട്ടിഫിക്കേഷൻ വരുന്നുള്ളൂ എന്നല്ല ചിന്തിക്കേണ്ടത്. എത്ര നേരത്തെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് ആരംഭിക്കുന്നു അത്രയും നല്ലൊരു റാങ്കിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. കഴിഞ്ഞ പരീക്ഷയുടെ നിലവാരവും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, +2 നിലവാരത്തിലുള്ള ചോദ്യങ്ങളാണ് പരീക്ഷയിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ SCRT NCRTക്ക് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുക്കണം. സിലബസ് ബേസ്ഡ് ആയിട്ട് തന്നെ നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് പോവുകയും വേണം. ഓക്കെ, അപ്പൊ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകൾ, ലൈവ് ക്ലാസ്സുകൾ, PDF നോട്ടുകൾ, നിരവധി മോക്ക് ടെസ്റ്റുകൾ, 50 മോഡൽ പരീക്ഷകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ്, SCRT NCRT +2 വരെയുള്ള കണ്ടന്റ്, അതുമായി ബന്ധപ്പെട്ട ചോദ്യ പേപ്പറുകൾ, അതേപോലെ തന്നെ കറണ്ട് അഫയർ ഡിസ്കഷൻസ്, MCQ ഡിസ്കഷൻസ്, ഫോളോ അപ്പ്, 250 വീതം ചോദ്യങ്ങൾ വരുന്ന സബ്ജക്ട് വൈസ് ആയിട്ടുള്ള മാരത്തോൺ ക്ലാസ്സുകൾ എല്ലാം ഉൾപ്പെടുന്ന ഒരു പ്രീമിയം മെന്റർഷിപ്പ് ബാച്ച് ആണ് LPUPക്കായി നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ ആരംഭിക്കുന്നത്. കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ 9446537080 നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, കഴിഞ്ഞ 2024 നമ്മുടെ LPSA UPSA റിസൾട്ടിൽ വന്ന സമയത്ത് നമ്മളുടെ എയിംസിൽ നിന്നും 1000-ഓളം ആളുകളാണ് റാങ്ക് ലിസ്റ്റിലേക്ക് ഉൾപ്പെട്ടിട്ടുള്ളത്. ആ ഒരു സ്ട്രാറ്റജിയോട് കൂടെ തന്നെ നമുക്ക് പഠിച്ചു പോവാം. നല്ലൊരു റാങ്കിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കും. ഓക്കെ ആണല്ലോ? അപ്പൊ മറക്കണ്ട. അപ്പൊ നമ്മുടെ അപ്ഡേറ്റ് എന്താണെന്ന് നോക്കിയാലോ. ഓക്കെ, അപ്പൊ തിരുവല്ല വിദ്യാഭ്യാസ ജില്ലയിൽ കേഡറ്റ് പരീക്ഷാ കേന്ദ്രമായി MGMHSS തിരുവല്ലയിൽ വെച്ച് സെപ്റ്റംബർ 18-19 തീയതികളിലായി നടന്ന കേഡറ്റ് പരീക്ഷയിൽ വിജയിച്ചവരുടെ അസൽ പ്രമാണ പരിശോധന 2025 ഡിസംബർ 18, 19, 22 തീയതികളിലായാണ് നടക്കുന്നത്. കാറ്റഗറി 1ന് 18-ാം തീയതി രാവിലെ 10:30 മുതൽ വൈകിട്ട് 3:30 വരെ. കാറ്റഗറി 2 19-12-2025 രാവിലെ 10:30 മുതൽ വൈകിട്ട് 3:30 വരെ. കാറ്റഗറി 3ഉം 4ഉം 22-ാം തീയതി രാവിലെ 10:30 മുതൽ വൈകിട്ട് 3:30 വരെയാണ് വേരിഫിക്കേഷൻ നടപടികൾ ഉണ്ടാവുക. ഓക്കെ, ഇനി ബാക്കിയുള്ള അപ്ഡേഷൻസ് കൂടെ ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങളുടെ കാറ്റഗറിക്ക് എപ്പോഴാണോ ആ സമയത്ത് വേണം നിങ്ങൾ ഹാജരാവാനായിട്ട് പോവേണ്ടത്. 2025 ജൂൺ മാസത്തിൽ ഗവൺമെന്റ് ഹൈസ്കൂൾ കൊട്ടാരക്കര പരിധിയിൽ വരുന്ന ഹൈസ്കൂൾ പട്ടാഴി, ഗവൺമെന്റ് ഹൈസ്കൂൾ സദാപുരം, ഗവൺമെന്റ് ഹൈസ്കൂൾ കുളക്കട എന്നിവിടങ്ങളിൽ പരീക്ഷ എഴുതി വിജയിച്ചവരുടെ യോഗ്യതാ സർട്ടിഫിക്കറ്റ് പരിശോധന കാറ്റഗറി 1-ന്റേത് 18-ാം തീയതിയും കാറ്റഗറി 1-ന്റെ ഡിസംബർ 18-ാം തീയതി വൈകുന്നേരം, കാറ്റഗറി 3-ന്റെയും 4-ന്റെയും ഡിസംബർ 19-ാം തീയതി എന്നിങ്ങനെയാണ് നടക്കുന്നത്. അതിന് ഈ കാണുന്ന ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേഷൻസ് ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ കേട്ടറ്റ് വെരിഫിക്കേഷൻ വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലയുടെ പരിധിയിൽ പരീക്ഷാ കേന്ദ്രങ്ങളിൽ നിന്നും കേട്ടറ്റ് ജൂൺ 2025 പരീക്ഷ എഴുതിയവരുടെ കാറ്റഗറി 1-ന്റെയും 2-ന്റെയും വെള്ളിയാഴ്ച ഡിസംബർ 19 വെള്ളിയാഴ്ച വെരിഫിക്കേഷൻ നടക്കുന്നതാണ്. അതേപോലെ തന്നെ കാറ്റഗറി 3, 4 എന്നിവയുടെ വെരിഫിക്കേഷൻ 20-ാം തീയതി ശനിയാഴ്ചയാണ് നടക്കുന്നത്.
അടുത്തത് എറണാകുളം ജില്ലയിൽ തന്നെ നമുക്ക് ഇതേപോലെ വെരിഫിക്കേഷൻ വരുന്നത് 1, 2 കാറ്റഗറിയുടെ രാവിലെ 10:30 മുതൽ 3:30 വരെയാണ് സമയം തന്നിരിക്കുന്നത്. 1, 2 കാറ്റഗറിയുടെ ഡിസംബർ 19-ാം തീയതി വെള്ളിയാഴ്ചയും ഡിസംബർ 20-ാം തീയതി ശനിയാഴ്ച 3, 4 കാറ്റഗറിയുടെയുമാണ് വെരിഫിക്കേഷൻ നടക്കുന്നത്. വെരിഫിക്കേഷന് പോകുന്നവർ നിർബന്ധമായും നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് ഒറിജിനലും അതിന്റെ എല്ലാം പകർപ്പ്, കേഡറ്റിന്റെ മാർക്ക് ലിസ്റ്റ്, SSLC സർട്ടിഫിക്കറ്റ് ഒറിജിനൽ, അതേപോലെ തന്നെ അതിന്റെ എല്ലാം ഫോട്ടോ കോപ്പി, +2, DED അല്ലെങ്കിൽ DLED, BEd എന്നിവയുടെ ഒറിജിനലും അതിന്റെ എല്ലാം ഫോട്ടോ കോപ്പി, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് റിസർവേഷനോ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള റിസർവേഷനോ ഉള്ള കുട്ടികളാണെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് എന്നിവ നിർബന്ധമായും കൊണ്ടുപോകേണ്ടതാണ്. കേഡറ്റ് 2, 3 വെരിഫിക്കേഷനായി പോകുന്ന ആളുകൾ ഉണ്ടെങ്കിൽ മറക്കാതെ എന്തുകൂടെ കയ്യിൽ കരുതേണ്ടതാണ്? നിങ്ങൾ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൂടെ കയ്യിൽ കരുതേണ്ടതാണ്. അടുത്തത് നമുക്ക് വയനാടാണ് വരുന്നത്. 2025 വരെയുള്ള വിവിധ കേഡറ്റ് പരീക്ഷകളിൽ പാസ്സായവർക്കുള്ള സർട്ടിഫിക്കറ്റ് പരിശോധന 18 കാറ്റഗറി 1 10 മുതൽ 1 മണി വരെയും, കാറ്റഗറി 2വിൻ്റെത് 2 മുതൽ 5 മണി വരെയും, 19-ാം തീയതി കാറ്റഗറി 3ൻ്റെത് 10 മുതൽ 5 മണി വരെയും, 20-ാം തീയതി കാറ്റഗറി 4 എന്നിവയുടെയും നടക്കുന്നതാണ്. SKMGHS കൽപ്പറ്റയിൽ വെച്ചാണ് ഈ വെരിഫിക്കേഷൻ പ്രൊസീജിയേഴ്സ് എല്ലാം തന്നെ നടക്കുന്നത്. അടുത്തത് കാഞ്ഞങ്ങാട് കാറ്റഗറി 1, 4 എന്നിവിടെ 18-ാം തീയതി കാലത്ത് 10 മണി മുതൽ 3 മണി വരെയാണ് വെരിഫിക്കേഷൻ നടപടികൾ ഉണ്ടാവുക. കാറ്റഗറി 2, 3 എന്നിവിടെ 22-ാം തീയതി 10 മണി മുതൽ 3 മണി വരെ വെരിഫിക്കേഷൻ നടപടികൾ ഉണ്ടായിരിക്കുന്നതാണ്. സർട്ടിഫിക്കറ്റുകളുടെ കാര്യം മറക്കരുത്, ഇന്നതൊക്കെയാണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ അതെല്ലാം നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും അതോടൊപ്പം തന്നെ ഇതിന്റെ എല്ലാം 2 ഫോട്ടോ കോപ്പി സഹിതവും നിങ്ങൾ നിർബന്ധമായും കയ്യിൽ വെച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ മുന്നോട്ട് അങ്ങനെ പൊയ്ക്കോട്ടെ. അതിനോടൊപ്പം LPUPയുടെ പഠനവും ആരംഭിക്കണം. നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ LPUPയുടെ പുതിയ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ 9446537087 നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതേപോലെ തന്നെ നമ്മളിപ്പോൾ കഴിഞ്ഞ കേഡറ്റിലാണെങ്കിൽ കഴിഞ്ഞ 10 കേഡറ്റിലായി 7000-ഓളം ആളുകളാണ് എയിം സ്റ്റഡീസിൽ നിന്നും കേഡറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുള്ളത്. അതേപോലെ കഴിഞ്ഞ സ്പെഷ്യൽ കേഡറ്റിന് വേണ്ടിയിട്ടുണ്ടായിരുന്ന നമ്മുടെ ബാച്ചിൽ നിന്നും എഴുതിയ എല്ലാ അധ്യാപകരും ക്വാളിഫൈഡ് ആയിട്ടുമുണ്ട്. അപ്പോൾ ആ ഒരു സ്ട്രാറ്റജിയോടൊപ്പം തന്നെ അടുത്ത കേഡറ്റിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് എയിം സ്റ്റഡി സെന്ററിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ 4ാമത്തെ ബാച്ചാണ്. അപ്പോൾ നമ്മൾ കാറ്റഗറി 1, 2, 3, 4 എന്നിവിടെ പുതിയ പ്രീമിയം മെന്റർഷിപ്പ് ബാച്ചുകൾ എയിം സ്റ്റഡി സെന്റർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നല്ലൊരു സ്ട്രാറ്റജിയോടൊപ്പം തന്നെ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം. വീക്ക്ലി റിവൈസ് ഒക്കെ ചെയ്ത് നിരവധി മോക്ക് ടെസ്റ്റുകളും മോഡൽ പരീക്ഷകളും എല്ലാം അറ്റൻഡ് ചെയ്ത് തന്നെ അവർക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങളുടെ സുഹൃത്തുക്കളോ പരിചയമുള്ള ആളുകളോ കേഡറ്റിനായി തയ്യാറെടുക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ കേഡറ്റ് വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതൊക്കെ നമ്മുടെ കേഡറ്റിന്റെ റിസൾട്ടുകളാണ്. അപ്പൊ ഇതേപോലെ അവരുടെ ലൈഫിലേക്ക് കേഡറ്റ് എന്നുള്ള ആ ഒരു കടമ്പ കടക്കാൻ നിങ്ങളും ഒരു നിമിത്തം ആവട്ടെ. തീർച്ചയായും അവരിലേക്ക് കൂടുതൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി 9446537087 നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. കേഡറ്റിനെ കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ ലഭിക്കാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.